ആ $10 പണിപ്പിച്ചു. രൂപ കുതിച്ചിട്ടും ഇന്നു സ്വർണ്ണവില കൂടി. അവസാനിച്ചോ ഇടിവിന്റെ ട്രെൻഡ്? ഉറ്റുനോട്ടും അമേരിക്കയിലേക്ക്. പൊൻ മനസ്സുള്ളവർക്ക് സമാധാനം സമ്മാനിച്ച് ഇന്നലെ കൂപ്പുകുത്തിയ സ്വർണ്ണവിലയിൽ ഗോൾഡ് റേറ്റ് ഇന്നു നേരിയ വർധന. കേരളത്തിൽ കേരള ഗോൾഡ് പ്രൈസ് ഗ്രാമിന് ഗോൾഡ് പ്രൈസ് ടുഡേ 15 രൂപ ഉയർന്ന് 8,765 രൂപയും പവന് 120 രൂപ വർദ്ധിച്ച് 70,120 രൂപയുമായി. ഇന്നലെ രാവിലെയും ഉച്ചയ്ക്കുമായി ഗ്രാമിന് 295 രൂപയും പവന് 2,360 രൂപയും കുറഞ്ഞിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ, US ചൈന വ്യാപാര ഡീൽ എന്നിവയുടെ പശ്ചാത്തലത്തിലായിരുന്നു ഇന്നലെ സ്വർണ്ണവിലയുടെ വീഴ്ച. രാജ്യാന്തര സ്വർണ്ണവില ഇന്നലെ $3,280 നിന്ന് ഔൺസിന് $3,224 വീണിരുന്നു. ഇന്ന് വില കൂടുതൽ ഇടിഞ്ഞേക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെ $10 വർധനയുണ്ടായതാണ് കേരളത്തിലും വില ഉയരാൻ വഴിവെച്ചത്. ഇന്നലെ കേരളത്തിലെ സ്വർണ്ണവില നിശ്ചയിക്കുമ്പോൾ രാജ്യാന്തര വില ഔൺസിന് $3,224 രൂപയുടെ മൂല്യം 84.80 ഇന്ന് വില നിർണ്ണയിക്കുമ്പോൾ രാജ്യാന്തര വിലയുള്ളത് $3,234 $10 വർധന. രൂപയുള്ളത് 84.66 ഇതോടെ കേരളത്തിലെ സ്വർണ്ണവിലയും ഉയർത്തി നിശ്ചയിക്കുകയായിരുന്നുവെന്ന് വ്യാപാരികൾ വ്യക്തമാക്കി. സംസ്ഥാനത്ത് 18 കാരറ്റ് ഗോൾഡ് സ്വർണ്ണവിലയും ഇന്നുയർന്നു. ഭീമ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ബി. ഗോവിന്ദൻ നയിക്കുന്ന ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷന്റെ AKGSMA നിർണയപ്രകാരം വില ഗ്രാമിന് 10 രൂപ വർദ്ധിച്ച് 7,220 രൂപയായി. എസ്. അബ്ദുൽ നാസർ വിഭാഗം AKGSMA നൽകിയ വില ഗ്രാമിന് 10 രൂപ തന്നെ ഉയർത്തി 7,190 രൂപ. വെള്ളിവില സിൽവർ പ്രൈസ് ഇരുകൂട്ടരും ഗ്രാമിന് 108 രൂപയിൽ നിലനിർത്തി. ഇനി സ്വർണ്ണവില കുറയില്ലേ? ഇന്ത്യ പാകിസ്ഥാൻ റഷ്യ യുക്രൈൻ സംഘർഷത്തിനും US ചൈന വ്യാപാരയുദ്ധത്തിനും അയവ് വരുന്നത് സ്വർണ്ണത്തിന് പ്രതികൂലമാണ്. കാരണം പ്രതിസന്ധിക്കാലത്തെ സുരക്ഷിത നിക്ഷേപം സേഫ് ഹേവൻ ഡിമാൻഡ് നഷ്ടപ്പെടും. സംസ്ഥാനത്ത് 18 കാരറ്റ് ഗോൾഡ് സ്വർണ്ണവിലയും ഇന്നുയർന്നു. ഭീമ ഗ്രൂപ്പ് ചെയർമാൻ നിർണയപ്രകാരം വില ഗ്രാമിന് 10 രൂപ വർദ്ധിച്ച് 7,220 രൂപയായി. എസ്. അബ്ദുൽ നാസർ വിഭാഗം AKGSM 90 രൂപ. വെള്ളിവില സിൽവർ പ്രൈസ് ഇരുകൂട്ടരും ഗ്രാമിന് 108 രൂപയിൽ നിലനിർത്തി. ഇനി സ്വർണ്ണവില കുറയില്ലേ? ഇന്ത്യ പാകിസ്ഥാൻ റഷ്യ യുക്രൈൻ സംഘർഷത്തിനും US ചൈന വ്യാപാരയുദ്ധത്തിനും അയവ് വരുന്നത് സ്വർണ്ണത്തിന് പ്രതികൂലമാണ്. കാരണം പ്രതിസന്ധിക്കാലത്തെ സുരക്ഷിത നിക്ഷേപം സേഫ് ഹേവൻ ഡിമാൻഡ് നഷ്ടപ്പെടും. ഓഹരി കടപ്പത്ര വിപണികളും ഡോളറും ബോണ്ടുമെല്ലാം കുതിക്കും. ഗോൾഡ് ETF കൈവിട്ട് നിക്ഷേപകർ ഓഹരി കടപ്പത്ര വിപണികളിലേക്ക് തിരികെയെത്തും. സ്വർണ്ണവില താഴും. ഈ പ്രതീതിയാണ് ഇന്നലെ നിലനിന്നത്. ഇന്ത്യയുൾപ്പെടെ മറ്റു രാജ്യങ്ങളുമായും US താരിഫ് വിഷയത്തിൽ സമവായത്തിലെത്തിയാൽ അതും സ്വർണ്ണവിലയെ കൂടുതൽ താഴേക്ക് നയിക്കാം. എന്നാൽ ഇപ്പോൾ സ്വർണ്ണവില കൂടിയതിന്റെ കാരണം വ്യത്യസ്തമാണ്. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ USന്റെ കഴിഞ്ഞമാസത്തെ പണപ്പെരുപ്പക്കണക്ക് ഇന്ന് പുറത്തുവരും. പണപ്പെരുപ്പം ആശ്വാസനിരക്കിലാണെങ്കിൽ അടിസ്ഥാന പലിശ നിരക്ക് കുറയാൻ വഴിയൊരുങ്ങും. USന്റെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് കഴിഞ്ഞ പണനയനിർണയ യോഗത്തിൽ അടിസ്ഥാന പലിശ നിരക്ക് കുറച്ചിരുന്നില്ല. ഇതിൽ ട്രംപിന് വലിയ നീരസമുണ്ട്. US ഫെഡിന്റെ ചെയർമാനായ ജെറോം പവലിനെ ട്രംപ് മണ്ടൻ എന്ന് വിളിക്കുകയും ചെയ്തിരുന്നു. പണപ്പെരുപ്പം കുറഞ്ഞാൽ പലിശഭാരം കുറയ്ക്കാൻ പവലും ഫെഡും നിർബന്ധിതരാകുമെന്ന് സാരം. പലിശ കുറയുന്നത് ഡോളറിനെയും ബോണ്ടിനെയും റിവേഴ്സ് ഗിയറിലാക്കും. ഇത് സ്വർണ്ണ നിക്ഷേപങ്ങൾക്ക് ഗുണം ചെയ്യും. സ്വർണ്ണവില കൂടാനും വഴിതെളിയും. ഇന്ത്യൻ സമയം ഇന്നു രാത്രിയോടെയാണ് പണപ്പെരുപ്പക്കണക്ക് പുറത്തുവരുക. അതേസമയം കണക്കുകൾ സ്വർണ്ണത്തിന് പ്രതികൂലമെങ്കിൽ രാജ്യാന്തര വില ഔൺസിന് $3,150 താഴെയെത്താം. ഇതു കേരളത്തിലെ വിലയും കുറയാൻ സഹായിക്കും. അങ്ങനെയെങ്കിൽ പവൻ വില 69,000 നിലവാരത്തിലേക്കും താഴാം. എന്നാൽ ഇതിനുള്ള സാധ്യത വിരളമെന്ന അഭിപ്രായമാണ് സ്വർണ്ണ വ്യാപാരികൾക്കുള്ളത്. ബിസിനസ് ഇക്കണോമി